ഹായ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നൂഡിൽസാണ്. അപ്പോൾ ഇത് നമ്മുടെ എഗ് നൂഡിൽസാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ടും ഈസി ആയിട്ടും നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളിത് എല്ലാവരും തയ്യാറാക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പം ഞാൻ എടുത്തിട്ടുള്ളത് ആട്ട നൂഡിൽസാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾസൊക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ കുഞ്ഞുങ്ങൾ കഴിക്കും. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇതാ ചെറിയൊരു പാക്കറ്റാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ആട്ട നൂഡിൽസാണ്, മൈദയല്ല, ഹെൽത്തിയാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു പാക്കറ്റ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ ഇനി ഇത് നമുക്ക് ഇതിന് വേണ്ട സാധനങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്യാരറ്റിൻ്റെ പകുതി ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ചെറിയ തക്കാളി, കുറച്ച് മല്ലിയില, പിന്നെ 2 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിതിലേക്ക് ചേർക്കാനായിട്ട് 1 സ്പൂണ് ഡാർക്ക് സോയാ സോസാണ് എടുത്തേക്കുന്നത്. പിന്നെ 1 സ്പൂണ് റെഡ് ചില്ലി പേസ്റ്റാണ്, പക്ഷേ ഇതിനധികം എരിവൊന്നുമില്ല. ടൊമാറ്റോയും കൂടെ മിക്സ് ചെയ്തൊരു പേസ്റ്റാണെന്ന് തോന്നുന്നു. അപ്പം അതുകൂടെ എടുത്ത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ മാഗി ആദ്യം നമുക്ക് നൂഡിൽസ് ആദ്യം ഒന്ന് കുറച്ച് വെള്ളത്തിൽ ഒന്ന് വേവിച്ച് ഊറ്റിയെടുക്കണം. ഇനി നമുക്ക് ആദ്യം ഒരു പാത്രം വെച്ചിട്ട് അതൊന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മളെടുത്ത 2 മുട്ടയില്ലേ അതൊന്നിട്ട് കലക്കിയതിന് ശേഷം ഒന്ന് നമുക്ക് ഇങ്ങനെ ചിക്കി പൊരിച്ച് എടുക്കണം. അപ്പം ഇതിലേക്ക് ഉപ്പ് ഒന്നും ചേർത്തിട്ടില്ല. അപ്പം പിന്നീട് നമ്മൾ ഉപ്പ് ചേർക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് ചെറുതായിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് ചിക്കി എടുക്കുന്നുണ്ട്. അപ്പം പിന്നീട് നമ്മൾ മസാലയിലൊക്കെ ഉപ്പ് ചേർക്കുന്നതുകൊണ്ടാണ് മുട്ടയിൽ ആദ്യം നമ്മൾ ഉപ്പ് ചേർക്കാത്തത്. പിന്നെ മാഗിയുടെ മസാലയുണ്ടല്ലോ അതിലും കുറച്ച് ഉപ്പുണ്ട്. അപ്പം ഞാൻ ഇതേപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതേ പാത്രം തന്നെ വീണ്ടും ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലെ വെള്ളമെല്ലാം പോയതിന് ശേഷം ഒരു അല്പം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരട്ടെ. അപ്പോൾ ഇതൊന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് ഞാൻ ഒരു സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ആദ്യം തന്നെ വേണമെങ്കിൽ ഇതിലേക്ക് കുറച്ച് ഗാർലിക് ചോപ്പ് ചെയ്ത് ഇടാം. പക്ഷേ നമ്മുടെ കുഞ്ഞു മക്കൾക്ക് ചിലപ്പോൾ ആ ടേസ്റ്റ് ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല. നമ്മൾക്ക് വലിയ ആൾക്കാർക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഞാനത് സവാള ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി. അപ്പോൾ ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി നമുക്കതിലേക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. അതിവിടെ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ക്യാരറ്റ് ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി അതിന് ശേഷം നമുക്കിതിലേക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതേ ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഈ ക്യാപ്സിക്കവും ക്യാരറ്റും ഒക്കെ ഞാൻ കുറച്ച് വേവിച്ചെടുക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെന്തില്ലെങ്കിൽ ചിലപ്പം ചെറിയ വേവിലൊന്നും കുട്ടിയൊക്കെ ഇഷ്ടപ്പെടത്തില്ല. അപ്പം ഞാനിതാ തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കിയിട്ട് നമ്മളിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നമ്മളിതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. കാരണം കുഞ്ഞു മക്കൾക്ക് കുറച്ച് വേവിച്ച് നമ്മളത് മിക്സ് ചെയ്ത് കൊടുത്താൽ അവരത് കഴിക്കും. അപ്പോൾ ഞാൻ അടച്ച് വെച്ചിട്ട് അല്പസമയം വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതേ ക്യാരറ്റൊക്കെ വെന്തിട്ടുണ്ട്. വെന്തുടഞ്ഞില്ല എങ്കിലും വെന്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മുടെ ആ മാഗിയുടെ മസാലയില്ലേ അത് ചേർത്ത്. അതിനകത്ത് പട്ടാണി ഉണ്ടായിരുന്നു കേട്ടോ, പച്ച ഗ്രീൻ പീസില്ലേ, അത് ജസ്റ്റ് ചൂടായപ്പോഴത്തേക്കിന് നമുക്ക് വെന്ത് കിട്ടും കേട്ടോ. അതോടെ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കിയിട്ട് നമ്മൾ ഈ സമയത്ത് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉപ്പ് ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മളിതിലേക്ക് സോസ് കൂടെ ഒഴിക്കുന്നതാണ്, സോസിൽ ഉപ്പുള്ളതാണ്. അപ്പം ഉപ്പ് നോക്കിയിട്ട് വളരെ ശ്രദ്ധയോടെ വേണം ഇട്ട് കൊടുക്കാനായിട്ട്. പിന്നെ അതിന് ശേഷം നമ്മളതിലേക്ക് മുട്ട നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ചെറിയ തീയിലിട്ടതിന് ശേഷം വേണം എല്ലാം ചേർത്ത് കൊടുക്കാനായിട്ട്, ചിലപ്പോൾ അടുക്കി പിടിച്ച് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്കതിലേക്ക് 1 സ്പൂണ് നമ്മുടെ എരിവിന് ആവശ്യത്തിന് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് കുരുമുളക് പൊടി മാത്രമാണ് ചേർത്തേക്കുന്നത്.
പിന്നെ വേണമെങ്കിൽ നമുക്ക് മുളക് പൊടിയൊക്കെ ചേർക്കാം. പിന്നെ ഞാനിതിലേക്ക് ഒരു സ്പൂണിൽ നമ്മൾ അന്ന് കലക്കി വെച്ചില്ലേ അത് സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരുന്ന നൂഡിൽസ് ഇല്ലേ, അപ്പം നൂഡിൽസ് വെന്ത് കഴിഞ്ഞതിന് ശേഷം വെള്ളം ഊറ്റിയതിന് ശേഷം കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചതിന് ശേഷമാണ് നമ്മളത് ഊറ്റിയെടുത്തേക്കുന്നത് കേട്ടോ. അതിലെ ഒരു ചെറിയൊരു പശപ്പൊക്കെ മാറാനും തമ്മിലൊട്ടാതിരിക്കാനും കേട്ടോ. അപ്പോൾ അത് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പം നൂഡിൽസ് നമ്മൾ വേവിക്കുന്ന സമയത്ത് ഒരുപാട് വെന്ത് പോകരുത്. കുഴഞ്ഞ് പോയി കഴിഞ്ഞാൽ നമുക്കിങ്ങനെ വേറിട്ട് കിട്ടത്തില്ല, കുഴഞ്ഞ പരുവമായി പോവും. അപ്പോൾ അത് എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. അപ്പം ഞാനത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. ലാസ്റ്റ് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. സ്പ്രിംഗ് ഓണിയൻ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അവനിതൊന്നും കഴിക്കത്തില്ല, അതുകൊണ്ടാണ് ഞാൻ അതൊന്നും ഒഴിവാക്കിയത്. മല്ലിയിലയും ഇഷ്ടമല്ല എങ്കിലും ഞാനൊരു ഫ്ലേവറിന് വേണ്ടി കുറച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കുഞ്ഞുമക്കൾക്ക് കൊടുക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.